നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, വളരെ ഗുരുതരമായ കുറ്റം ആണ് ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണോ? എന്താണ് നടപടിക്രമങ്ങൾ? സ്മിത, ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കുകയാണ് ഈ പരാതിക്കാരിയുടെ. സിദ്ദിഖിനെതിരെ ഇന്നലെയാണ് ഈ യുവനടി പോലീസിൽ പരാതി നൽകിയത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസ് എടുത്തിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ തന്നെ വനിതാ SIയെ കൂടി ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വനിതാ SIയുടെ നേതൃത്വത്തിലാണ് ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്തെ സഖി വിമൻസ് റിസോഴ്സ് സെന്ററിൽ വെച്ചാണ് ഈ മൊഴിയെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെതിരെ ഏറ്റവും വലിയ പരാതിയാണ് സിദ്ദിഖിനെതിരെ ഈ നടി നൽകിയിട്ടുള്ളത്. 2016 തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവനടി പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പോലീസ് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസ് നടിയുടെ മൊഴിയെടുക്കുന്നത്. പ്രധാന IPS ഉദ്യോഗസ്ഥരല്ല, ഇപ്പോൾ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയ ഒരു വനിതാ SI ആണ് മൊഴിയെടുക്കുന്നത്. ഇന്നലെ തന്നെ DGP നിർദ്ദേശം നൽകിയിരുന്നു ഈ വനിതാ IPS ഉദ്യോഗസ്ഥർക്ക് ആരെ വേണമെങ്കിലും മേലധികാരിയുടെ അനുവാദത്തോടെ സംഘത്തിൽ ഉൾപ്പെടുത്താമെന്ന്. അങ്ങനെയാണ് ഈ പ്രിൻസിപ്പൽ വനിതാ SIയെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. ആ വനിതാ SI ആണ്, മ്യൂസിയം സ്റ്റേഷനിലെ വനിതാ SI ആണ് ഇപ്പോൾ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴും ആ മൊഴിയെടുക്കൽ തുടരുകയാണ്. സ്മിത, അജീഷ്, ഇക്കാര്യത്തിൽ ഈ നടിക്കെതിരെ തന്നെ ആരോപണം ഉന്നയിച്ചു, വെളിപ്പെടുത്തൽ നടത്തി. അതിനുശേഷം നടിക്കെതിരെ തന്നെ പരാതി കൊടുത്തിരുന്നു നടൻ സിദ്ദിഖ്. അതിനുശേഷമാണ് ഈ ബലാത്സംഗ കേസിൽ വകുപ്പ് ആ രീതിയിലുള്ള വകുപ്പ് ചുമത്തി കേസെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. അപ്പോൾ ഇപ്പോൾ ഏത് സമയത്താണ് ഇത് തുടങ്ങിയത്? അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു തന്നെയാണല്ലോ ഈ മൊഴി രേഖപ്പെടുത്തൽ? തീർച്ചയായും രഹസ്യ സ്വഭാവത്തോടെയാണ് ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് നടക്കുന്നത്. ഈ യുവനടിയുടെ വീട്ടിൽ വെച്ചല്ല, അതുകൊണ്ടാണ് ഇവരെ വിളിച്ചു വരുത്തി ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ വെച്ച് അവിടെ വെച്ചിട്ടാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. ഈ യുവനടി ആദ്യം മാധ്യമങ്ങളിലൂടെയാണ് സിദ്ദിഖിനെതിരെ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇതിന് ശേഷമാണ് സിദ്ദിഖ് പോലീസിൽ പരാതി നൽകിയത്. യുവതിയുടെ ഈ ആരോപണത്തിൽ അജണ്ടയുണ്ടെന്നും മുൻപും ഈ പല കാര്യങ്ങളാണ് യുവതി ആരോപിക്കുന്നതെന്നും അതുകൊണ്ട് ഇത് വിശ്വാസത്തിലെടുക്കരുതെന്നും ഇതിനെതിരെ അന്വേഷണം വേണമെന്നാണ് സിദ്ദിഖ് DGPക്ക് അയച്ച പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതിനുശേഷമാണ് യുവതി നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷം പരാതി നൽകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇന്നലെ പോലീസിൽ പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേനയാണ് യുവനടി പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് ഈ സംഭവം നടക്കുന്നത് മസ്കറ്റ് ഹോട്ടൽ ആയതുകൊണ്ടാണ് മസ്കറ്റ് ഹോട്ടൽ പരിധിയിൽ വരുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കേസെടുത്തത്. ബലാത്സംഗ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയത്. ഇതിനുശേഷം സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിരുന്നു. അതായത് മുൻകൂർ അജീഷ് ജാമ്യത്തിനായി ജയകുമാറാണ് നീക്കം നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.